ക്രൈസിസ് ഡിജിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വാട്സപ്പിലൂടെ ഒരു സിനിമ അല്ലെങ്കിൽ 1-2 GB വലുപ്പമുള്ള വലിയൊരു ഫയൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഇമേജ് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 മെത്തേഡാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡ് വാട്സപ്പിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തെ മെത്തേഡ് ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തെ ഒരു സ്മോൾ ട്രിക്കും കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. ഇത് മോഡിഫൈഡ് വാട്സപ്പ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം ഈ വീഡിയോയ്ക്ക് 124 MB സൈസാണുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ളൊരു വീഡിയോ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് രണ്ടും ട്രിം ആവും, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കുറയും, സൈസും കുറയുന്നതാണ്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് 130 MB തന്നെയുണ്ട് ഇതിൻ്റെ സൈസ്, അതിൻ്റെ ലെങ്ത്ത് ട്രിമ്മും ആയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനെ നമ്മൾ യോ വാട്സപ്പ്, FM വാട്സപ്പ് തുടങ്ങിയ വാട്സപ്പിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് അവരുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പാക്കേജ് കാണാം. ഈ ഒരു പാക്കേജ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. കാരണം ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള വാട്സപ്പ് അൺഇൻസ്റ്റാൾ ആയിപ്പോയി ഈ ഒരു മോഡിഫൈഡ് ആപ്ലിക്കേഷൻ റീപ്ലേസ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. പക്ഷേ താഴത്തെ വാട്സപ്പ് സ്ക്രോൾ ചെയ്യുക. ഇത് FM വാട്സപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന വാട്സപ്പിന് പുറമെ ഈ ഒരു വാട്സപ്പും സൈമിൾട്ടേനിയസായി യൂസ് ചെയ്യാം. അതായത് പാരലൽ സ്പേസ് ഉപയോഗിക്കാതെ 2 വാട്സപ്പ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ താഴത്തെ മിറർ ഗൂഗിൾ ഡ്രൈവ് എന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. കാരണം ഈ ഒരു ലിങ്കാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അങ്ങനെ താഴെ കുറേയേറെ വെർഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പാരലൽ സ്പേസ് ഉപയോഗിക്കാതെ 3-4-5 വാട്സപ്പ് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കൗണ്ട് ഡൗൺ കാണാം. കൗണ്ട് ഡൗൺ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് എനിവേ എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക, ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിന് വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഓട്ടോ ട്രിം ആയിട്ടുള്ള 30 സെക്കൻഡ് ഓട്ടോ ട്രിംഡ് സ്റ്റാറ്റസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കോൺടാക്റ്റ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റാറ്റസ് സേവർ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ്ഡ് തീം ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അടുത്ത വീഡിയോ ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയാം. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരുടെയും ഫോണിലുണ്ട്. നിങ്ങൾ ഒരു Gmail അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഗൂഗിൾ നിങ്ങൾക്ക് 15 GB ഫ്രീ സ്റ്റോറേജ് തരുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ലിങ്ക് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ജനറേറ്റ് ചെയ്തതാണ്. ഈ ലിങ്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഈ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മാത്രമല്ല ഏതൊരു സോഷ്യൽ മീഡിയ സൈറ്റിലും ഷെയർ ചെയ്യാവുന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ട് സെൻഡ് ചെയ്തൊരു വീഡിയോയാണ്. നമുക്ക് കാണാം ഇത് റിയൽ ടൈം പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു മൂവി അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു സിനിമ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ പ്ലേ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായി മുകളിലത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴത്തെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫോണിലേക്ക് സേവ് ഇടാവുന്നതാണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം. 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളത് സെൻഡ് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഡ്രൈവ്, സേവ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇതിനകത്തൊരു ഷെയർഡ് ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി താഴത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഫോൾഡറുള്ളത് ഫുള്ള് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ആവശ്യമുള്ളൊരു പേര് കൊടുക്കാം. ശേഷം ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഷെയർഡ് ഫോൾഡർ ആക്കാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഞങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് ഉള്ള അയാൾക്ക് മാത്രം സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് ഷെയറിംഗ് ഓഫ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലിങ്ക് കോപ്പി ചെയ്ത് വരുന്നതാണ്. ആ ലിങ്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൾഡറിൻ്റെ ഷെയർഡ് ലിങ്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ മാത്രമല്ല ഇമേജസും ഡോക്യുമെൻറ്റ്സും APK ഫയൽസും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അറ്റ് എ ടൈം 5 GB സൈസുള്ളൊരു മൂവി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ സൈസ് നിങ്ങൾക്ക് അറിയാലോ 15 GB ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ഫോർ അപ്ലോഡ് എന്നോ അല്ലെങ്കിൽ അപ്ലോഡ് പോസ്റ്റ് എന്ന് വരികയാണെങ്കിൽ ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായി കാണാവുന്നതാണ്.
വാട്സപ്പിലൂടെ സാധാരണ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫയൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ നമ്മൾ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യണം. ശേഷം അത് ഒന്ന് വേറൊരു ഫ്രണ്ട്സിന് കൊടുക്കണമെങ്കിൽ നമ്മളത് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് ഡാറ്റയും എക്സ്ട്രാ സ്പേസും അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മെത്തേഡിന് അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇല്ല. ഒറ്റ പ്രാവശ്യം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ ഡാറ്റയും സേവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ വാട്സ് ടൂൾ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തും ഇങ്ങനെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. സാധാ ഗൂഗിൾ ഡ്രൈവ് വെച്ച് തന്നെ ഷെയർ ചെയ്യുക. അതാണ് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു ചെറിയൊരു മെത്തേഡ് പറയാം. പ്ലേ സ്റ്റോറിൽ സെൻഡ് എനിവെയർ എന്ന് പറഞ്ഞൊരു ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വെബ് വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ഒരു വലിയ ഫയൽ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.